ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും മനോരമയുടെ നമ്മുടെ ഹ്യൂമൻ സ്റ്റോറി ലേണിംഗ് പസിലിൻ്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ, ഓരോ ഓർഗൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. മനോരമ അതിനുള്ളൊരു സൗകര്യം ഒരുക്കി. അത് തന്നെയല്ല, ഒരുപാട് പ്രൈസുകളും കാര്യങ്ങളൊക്കെ മനോരമ ഇതുമായി ബന്ധപ്പെട്ട് തരുന്നുണ്ട്. അപ്പോൾ അതൊരു കുട്ടികളുടെ ഇടയിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് ഇപ്പോൾ ആളുകളെല്ലാവരും മലയാള മനോരമയുടെ പുതിയ പത്രങ്ങൾ എടുക്കാത്തവർ പോലും അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാലും വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അവർ ഡിസൈൻ ചെയ്തു. എന്നാൽ അവരുടെ കസ്റ്റമർ കെയർ, എല്ലാ ജില്ല ബേസ് ചെയ്തിട്ടും അവരുടെ കസ്റ്റമർ കെയർ നമ്പർ മനോരമയുടെ ആദ്യത്തെ ദിവസത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കസ്റ്റമർ കെയറിൽ ഏതിൽ വിളിച്ചാലും എല്ലാം ഭയങ്കര ബിസിയാണ്. കാരണം അത്രേ ഉള്ളൂ, സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ ദിവസത്തെയും വിജയികളായിട്ടുള്ള ആളുകളുടെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു കോംപ്ലിക്കേഷൻ, ലിസ്റ്റ് കൃത്യമായിട്ട് ആളുകൾക്ക് ഡൗൺലോഡ് ആവുന്നില്ല. അങ്ങനെ ഒരു ചെറിയ വിഷയം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാരണം കസ്റ്റമർ കെയർ എല്ലാം ബിസിയാണ്, ആളുകളൊക്കെ ഈ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്താണ് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാണ്, ചിലർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലാത്തവരെ സംബന്ധിച്ചുള്ള വെബ്സൈറ്റിൻ്റെ ആ ലിങ്ക് കോപ്പി ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എടുത്തിട്ടുള്ള ആളുകൾ, അത് ഓപ്പൺ ചെയ്ത ആളുകൾ അത് എടുക്കാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിന്നേഴ്സിൻ്റെ ലിസ്റ്റാണ് പോകുക. താഴെ നിങ്ങൾക്ക് കാണാം വിന്നേഴ്സ് ലിസ്റ്റ്. ആ വിന്നേഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ ഡേറ്റ് അടക്കം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇതിൽ കയറി വന്നിട്ടില്ല, എന്നാൽ 22-ാം തീയതി വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. നോർമലി ആളുകൾ ചെയ്യുന്നത് ആ ഡൗൺലോഡ്, നമ്മൾ അങ്ങനെയാണല്ലോ ഏതൊരു സൈറ്റിൽ കയറുമ്പോൾ ചെയ്യുക, എന്നിട്ട് പോയിട്ട് ഡൗൺലോഡ് ഡൗൺലോഡ് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യും. ഡൗൺലോഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫയൽ ഡൗൺലോഡ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി. കാരണം ആ ലിസ്റ്റല്ല വരുന്നത്, പകരം ഒരു ആനിമേഷൻ ഡെസ്കിലോട്ട് അത് പോവുകയാണ്. അവിടെ ഒരു ഗെയിം പോലെ ആനിമേഷൻ ഡെസ്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോവാതെ എങ്ങനെയാണ് ആ ലിസ്റ്റ് കിട്ടുക? എല്ലാവരും ഇത്രത്തോളം നോക്കി കഴിഞ്ഞിട്ട് നേരെ വീണ്ടും കസ്റ്റമർ കെയർക്ക് വിളിയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഡേറ്റിൻ്റെ അവിടുത്തെ ഡൗൺലോഡ് എന്ന് കാണുന്ന ആ സ്ഥലത്ത് നിങ്ങൾ ഒരു ക്ലിക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഞാൻ വീണ്ടും അതിമ ക്ലിക്ക് ചെയ്യാണ്. അതിമ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നുള്ളത് അതിന്മേൽ ക്ലിക്ക് ചെയ്യാതെ തൊട്ട് മുകളിൽ അവരൊരു ലിങ്ക് കാണുന്നുണ്ട്. യു വാണ്ട് ടു ഡൗൺലോഡ് എന്ന് ചോദിക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് അത് ഏത് ഓപ്പൺ ചെയ്യേണ്ട ഫയലുകൾ ഓപ്പൺ ചെയ്യേണ്ടത് വരും. അതിൽ നിങ്ങൾ PDF ഫയലോ അല്ലെങ്കിൽ PDF ഫയൽ ഓപ്പൺ ചെയ്യായിരിക്കും നന്നാവുക. PDF ഫയൽ ക്ലിക്ക് ചെയ്യുക. അവിടെ PDF ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ ഓരോ ദിവസത്തെ ലിസ്റ്റ്, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ 22-ാം തീയതി നോക്കിയത്, ആ 22-ാം തീയതി ജില്ല തിരിച്ചിട്ടുള്ള ലിസ്റ്റുകൾ, ഓരോ ജില്ലയിലും എത്ര വിജയികളായെന്നുള്ളത് കറക്റ്റ് അവരുടെ നമ്പർ അടക്കം അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് അത് നോക്കേണ്ടത്. നമ്മൾ കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ട് എല്ലാവരും അതിന് വേണ്ടി വിളി തുടങ്ങി കഴിഞ്ഞാൽ അവിടെയൊക്കെ ലോക്കാവും. അപ്പോൾ തീരെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ടാവും. അപ്പോൾ തീരെ കിട്ടുന്നില്ല, പലരും അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. സംഭവത്തിലുള്ളൂ, എന്നെ തന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് അത് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നുള്ള കരുതി. ഓക്കെ, താങ്ക് യു സോ മച്ച്.